വയനാട്ടിലെ ഭീകര ദുരന്തം ഓരോ നിമിഷവും കണ്ട് മനസ്സാകെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അതുപോലെ തന്നെ അർജുനെ ഓർക്കാതെ ആർക്കും ഇരിക്കാൻ സാധിക്കില്ല. ഇതിനിടയിലും അർജുനെ പോലെ നമുക്ക് നഷ്ടപ്പെട്ട് എല്ലാവർക്കും വേണ്ടിയും അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിന് അത്യധികം വേദനയുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഒരു സൂചനയാണോ? ഷിരൂരിലെ മണ്ണിടിച്ചിലായിരുന്നു ആദ്യത്തെ വൻ ദുരന്തം. അതിന് തൊട്ടുപിറകെ ഇതാ വയനാട്ടിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഭീകരമായ ഒരു ദുരന്തമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് നടക്കുന്നു എന്ന് അത് മനസ്സിനെ തന്നെ മരവിപ്പിക്കുന്ന രീതിയിലാണ്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എവിടെ നോക്കിയാലും ദുരന്തം തന്നെ. ഇതുവരെ അർജുൻ്റെ ട്രക്ക് പോലും ഷിരൂരിൽ നിന്നും പുറത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല. കാർഷിക സർവകലാശാലയിലെ നിന്നുള്ള വിദഗ്ധരൊപ്പം ഈ യന്ത്രം നിർമ്മിച്ച പേരാമ്പ്രയിൽ നിന്നുള്ള ടെക്നീഷ്യന്മാരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏതായാലും ഇത്രയും ശക്തമായ ഒരു അടിയൊഴുക്കിൽ ഈ യന്ത്രം ഇവിടെ കൊണ്ടുവന്ന് പരിശോധന നടത്തുക വലിയ പ്രയാസകരമായി എന്നാണ് ഇവരുടെ കാഴ്ചപ്പാട്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഉത്തര കന്നഡ ജില്ലാ കളക്ടർക്കും ഒപ്പം കേരള സർക്കാരിനും കൈമാറും. ഇതിന് ശേഷമായിരിക്കും മറ്റ് എന്ത് രീതിയിൽ തെരച്ചിൽ നടത്തണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. ഓരോ ദിവസവും അർജുനിലേക്കുള്ള ദൂരം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെയും ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. ഷിരാഡിഗഡ് ഹൈവേയിൽ മണ്ണിടിഞ്ഞ കണ്ടെയ്നർ ട്രക്കിന്റെ ഡ്രൈവർ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്നലെയും പ്രദേശത്ത് മണ്ണിടിഞ്ഞിരുന്നു. ഇതിനിടയിൽ ഇന്ന് കർണാടകത്തിൽ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ കൂടി സംഭവിച്ചിട്ടുണ്ട്. ഒരു ട്രക്ക് ഡ്രൈവർ ഇതിന് ഇടയിൽ കുരുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വാർത്തകൾ വഴി അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് അധികം താമസമായിട്ടില്ല. അവിടെയുള്ള ആ ഒരു ഭൂപ്രകൃതി എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഒരു നിമിഷത്തേക്ക് കണ്ടു നോക്കിയിട്ട് വരാം. നേരെ കാണുന്നത് അപ്പോൾ അത്രയും അടുത്താണ് കിടക്കുന്നത്. ഏകദേശം ഒരു 12 കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു സ്പോട്ടിൽ നിന്ന് കടലിലേക്ക്. നമുക്കിനി ഈ പുഴ കടലിൽ എത്തുന്നത് വരെ ഇതിന് മുകളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാം. നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ ലോറിയിൽ നിന്നും പുറത്ത് പോയതിന് ശേഷം അതിലുള്ള മരത്തടിയിൽ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും കരയിൽ കയറിയിട്ടുണ്ടാകും എന്നാണ്. ഈ അപകടം സംഭവിച്ചിട്ട് കടലിലെത്തുന്നത് വരെ അങ്ങനെ ചെറിയ ദ്വീപുകളോ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളോ ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്താൻ എളുപ്പവുമാണ്. അപ്പം ഇപ്പം നമ്മൾ ഏകദേശം ഒരു 12 കിലോമീറ്ററിൽ താഴെ മാത്രമേ സഞ്ചരിച്ചിട്ടുണ്ടാവുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇതൊരു ആനിമേഷനാണ്. വെറും 12 കിലോമീറ്റർ അതിൽ ആ ഒരു ദൂരം മാത്രമാണ് ഈ സ്പോട്ടിൽ നിന്നും കടലിലേക്ക്. അർജുൻ ലോറിയിൽ നിന്നും പുറത്തിറങ്ങി ഏതെങ്കിലും തടിയിൽ കിടന്ന് രക്ഷപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു. മുമ്പ് അതിനു വേണ്ടിയിട്ട് തിരച്ചിലും നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പോകുന്ന വഴിയിൽ യാതൊരുവിധ ഒരു രക്ഷപ്പെടാനായിട്ടുള്ള ഒരു തുരുത്തോ ചെറിയൊരു ദ്വീപ് പോലെ എന്തെങ്കിലും ഒരു മൺതിട്ടയോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ശ്രമം തന്നെയാണ്. അവിടെ നിന്ന് ഏകദേശം ചെറിയ ദൂരം മാത്രമേ കടലിലേക്ക് ഉള്ളൂ എങ്കിലും ഇതുവരെയും യാതൊരു തെളിവും ഇതിനെ സംബന്ധിച്ചിട്ട് ലഭിച്ചിട്ടില്ല. പിന്നെ അർജുൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോഴേക്കും അതിൻ്റെ ലൊക്കേഷൻ്റെ വിവരങ്ങൾ GPS വഴി ലോറിയുടെ ഉടമസ്ഥന് കിട്ടിയിരുന്നതായിട്ട് അറിവുണ്ട്. വണ്ടിക്കകത്ത് ട്രാക്ക് ഓൺ ഓപ്ഷനിൽ മൊബൈൽ വഴി നോക്കിയാൽ കൃത്യമായിട്ട് വണ്ടിയുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ട് ഏത് സ്ഥലത്താണോ വണ്ടി ഉള്ളതെന്ന് ഫോണിൽ കാണിച്ചു തരും. പക്ഷേ വണ്ടി അപകടത്തിൽപ്പെട്ടപ്പോൾ GPS കണക്ഷൻ ഒരുപക്ഷെ നഷ്ടപ്പെട്ട് കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ വഴിക്കുള്ള അന്വേഷണത്തിലും ഫലമൊന്നും കണ്ടില്ല. ആദ്യം ദുരന്തം തുടങ്ങിയത് ഷിരൂരിൽ നിന്നാണ്. പിന്നെ അത് വയനാട്ടിലേക്കായി. വയനാട്ടിൽ നടന്ന ദുരന്തങ്ങളുടെ കാഴ്ചകൾ മനസ്സിനെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച ദുരന്ത സ്ഥലത്തു നിന്നും എന്നും രക്ഷാപ്രവർത്തനങ്ങളുടെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് വലിയ ഒരു വിഷമം തന്നെയാണ്. അതുപോലെ കേന്ദ്രം മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇത്രയും പേരുടെ ജീവനെടുത്ത ഈ ദുരന്തത്തിന് ആരാണ് ഉത്തരവാദി? ഒരു രാത്രി കൊണ്ടാണ് ഒരു ഗ്രാമം മുഴുവനും ഇല്ലാതായത്. ഷിരൂരിൽ നിന്നും തുടങ്ങി വയനാട്ടിലേക്ക് നീങ്ങി ഇനിയിപ്പോൾ എല്ലാവരുടെയും മനസ്സിനെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട്.
മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏകദേശം നിർമ്മിച്ച ആ എൻജിനീയർ തന്നെ 50 വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞിരുന്നു. അത് ബ്രിട്ടീഷുകാരുടെ സമയത്തായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. പക്ഷേ ഡാമിന് വിള്ളലുകൾ ഒക്കെ വീണതായിട്ട് പറയുന്നുമുണ്ട്. അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ, അത് വെറും തുടക്കം മാത്രമാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ ഇടുക്കി ഡാമിലേക്കാണ്. സാധാരണ രീതിയിൽ മുല്ലപ്പെരിയാർ ഡാം തുറക്കുമ്പോൾ അവിടെ നിന്നും വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്താൻ ഏകദേശം 1.5 മണിക്കൂറോളം സമയമെടുക്കും. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെറും 40 മിനിറ്റിനുള്ളിൽ മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് വെള്ളം കുതിച്ചെത്തും. ആ ഒഴുക്കിൽ തന്നെ മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനും ഇടയിൽ പെരിയാർ തീരത്ത് താമസിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളുടെ ജീവനും സമ്പത്തും വെള്ളം നിർദ്ദയമായി കവർന്നിട്ടുണ്ടാകും. മുല്ലപ്പെരിയാർ തകർന്ന ഇടുക്കി ഡാമിലേക്ക് അങ്ങനെ വെള്ളം എത്തിയാൽ എന്ത് സംഭവിക്കും? ഏറ്റവും മോശമായ അണക്കെട്ടിന് കാര്യമായ ഘടനാപരമായിട്ടുള്ള പിഴവുകൾ ഉണ്ടെന്നും അത് തകരാൻ സാധ്യതയുണ്ടോ എന്നും സംശയിപ്പിക്കുന്ന രീതിയിലാണ് സംഗതികൾ. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തീവ്രമായ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന കനത്ത മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് കാരണം അത് ഡാമിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിനെ വളരെയധികം വർദ്ധിപ്പിക്കുമെന്നാണ് ഏറ്റവും വലിയ ഭയം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു നിർമ്മാണ സമയത്ത് മുല്ലപ്പെരിയാർ. അതുപോലെ ഈ ഒരു കാര്യത്തിൽ എത്രയും വേഗം ഒരു നല്ല തീരുമാനത്തിനായിട്ട് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെയും ഭയത്തോടെയും തന്നെയാണ് കാത്തിരിക്കുന്നത്. നിർമ്മാണ കാലത്ത് മുല്ലപ്പെരിയാർ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച് അന്ന് നിർമ്മാണ സമയം ലോകത്തിലെ ഏറ്റവും വലിയ ഡാമായിരുന്നു അത് ഇന്ന് ലോകത്തിലുള്ള ഏക അണക്കെട്ട് സുർക്കി വെച്ച് നിർമ്മിച്ചത് മുല്ലപ്പെരിയാർ തന്നെയാണ്. സുർക്കിയേക്കാളും 6 ഇരട്ടി ശക്തിയുണ്ട് ഇന്നത്തെ ഡാമുകൾക്ക് ഉപയോഗിക്കുന്ന സിമൻറ്റുകൾക്ക് എന്നാണ്. സിമൻറ്റുകൾ വളരെ 6 ഇരട്ടി ഇതിനേക്കാളും ബലമുണ്ട് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വന്നിട്ട് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തൊരു ക്ലിപ്പിംഗ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിൽ നിന്ന് തന്നെ ആ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാലുള്ള ഒരു ഭയാനകരമായിട്ടുള്ളൊരു അവസ്ഥ ചിന്തിച്ചു നോക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. കാലം തെറ്റി പെയ്യുന്ന മഴ, കുറഞ്ഞ സമയത്ത് കൂടുതൽ പെയ്യുന്ന മഴ, അതുപോലെ മഴ കനക്കുമ്പോഴേക്കും ഡാമിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തുന്നത്, ഡാം തകർന്നുള്ള ഭീകരമായിട്ടുള്ള ദുരന്തമൊക്കെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് എന്താണ് പരിഹാരം എന്നുള്ളത് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം ഇതുപോലെയുള്ള വൻ ദുരന്തങ്ങൾ, ഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കേണ്ടതാണ്. ക്വാറികൾ നിയന്ത്രിക്കുക വഴിയും വെള്ളം ഒഴുകിപ്പോകേണ്ട കനാലുകളും തോടുകളുമൊക്കെ നികത്താതെ അതൊക്കെ സംരക്ഷിക്കുകയും മരങ്ങൾ മുറിച്ചു മാറ്റാതെ അത് സംരക്ഷിക്കുക. അതുപോലെ തന്നെ അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഷിരൂരിലെ ദുരന്തം മുതൽ ഇങ്ങോട്ടുള്ള വയനാട്ടിലെ ദുരന്തമൊക്കെ ഇതിൻ്റെ മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും സൂചനകളാണോ എന്ന് പോലും ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ അടുത്തുള്ള പരിസരവാസികളൊക്കെ അങ്ങേയറ്റം ഭീതിയോടെയാണ് അവർ ജീവിതം നയിച്ചു പോരുന്നത്. അതുപോലെ തന്നെ വിദഗ്ധർ ഇതിന് പല പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഏതാണ്ട് 128 വർഷമായ ഈ ഡാം നിലനിർത്തുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. വിദഗ്ധർ ഇതൊന്ന് പരിശോധിച്ചിട്ട് ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് അതെന്താ എന്നുള്ളത് ഒരു വളരെ അത്രയും പ്രയാസമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല എങ്കിലും ഇതിന് വേണ്ട നടപടികൾ എത്രയും വേഗം അധികാരികൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം. എല്ലാ മഴക്കാലത്തും ദുരന്ത സമയത്ത് മാത്രം ഇത് ചൂടുള്ള ഒരു ചർച്ചാ വിഷയമായി തീരാറുണ്ട്. അങ്ങനെയല്ലാതെ അധികാരികൾ ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്ന് ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ, മനുഷ്യർക്ക് ഈ ദുരന്തങ്ങൾ, പ്രകൃതിയിലത്തെ ദുരന്തങ്ങൾ തടയാനായിട്ട് സാധിക്കില്ലെങ്കിലും ഒരു വിധം ഒരളവ് വരെ അതിന് മുൻകൂട്ടി അതിനുള്ള പ്രിക്കോഷൻസും അതിനുള്ള എന്താണോ സേഫ്റ്റി മെഷേഴ്സ് അതൊക്കെ നോക്കി ആളുകളുടെ ജീവന് കഴിയുന്നത് ആപത്ത് വരാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ തന്നെ വയനാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എത്ര പേരെയാണ് കാണാതായിരിക്കുന്നത്, എത്ര പാവപ്പെട്ട മനുഷ്യരാണ് ഈ പ്രകൃതിയുടെ ഈ ദുരന്തത്തിന് ബലിയാടായിരിക്കുന്നത് എന്നുള്ളതൊന്നും ആ വീഡിയോസൊക്കെ ആ കാഴ്ചകൾ വയനാട്ടിൽ നിന്നും വരുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വൻ ദുരന്തങ്ങൾ ഒഴിവാക്കാനോ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള വഴികളോ ആലോചിച്ച്
അത് പ്രവൃത്തിയിൽ വരുത്തുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെയൊക്കെ സ്മരിച്ചുകൊണ്ടും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.